ഒരുവൻ വന്ന് യേശുവിനോട് ചോദിച്ചു, രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണ്. ചോദ്യം, അവൻ രക്ഷപ്പെടും, ഇനി ബാക്കിയുള്ളവരൊക്കെ രക്ഷപ്പെടും എന്നുള്ള ചോദ്യമാണ്. യേശു നല്ലൊരു ഉത്തരം നൽകി. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക, ഇടുങ്ങുക. രണ്ടർത്ഥമാണ് യേശു ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇല്ലാതാകുക. രണ്ട്, പങ്കുവെക്കുക. അത് നമുക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് ഇടുങ്ങൽ എന്ന് പറഞ്ഞത്. ഇല്ലാതാവുക. എൻ്റെ സ്വാർത്ഥതകളും അഹങ്കാരങ്ങളും അസൂയകളും ഇല്ലാതാകുന്നിടത്ത് ഒരു ഇടുങ്ങലാണ്. മറ്റുള്ളവൻ്റെ മുമ്പിൽ ഞാൻ അങ്ങനെ ഇടുങ്ങുമ്പോൾ, എന്നെ ആരെങ്കിലും കുറ്റം പറയുമ്പോൾ ഞാൻ ഇല്ലാതാകുന്നു. ഞാൻ അവനെ പോയി ആക്രോശിക്കുകയോ അല്ലെങ്കിൽ അവനെ പോയി ആക്രമിക്കുകയോ ചെയ്യാതെ അത് ക്ഷമിക്കുമ്പോൾ ഇടുങ്ങലാണ്. അതുപോലെ ഞാൻ ചെയ്യാത്ത തെറ്റിനെ എന്നെ കുറ്റം ആരോപിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഇടുങ്ങലാണ്. ഇതാണ് രക്ഷ പ്രാപിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത്. അത് തന്നെയല്ലേ കുരിശിന്റെ വഴിയിലൂടെ യേശു കാണിച്ചത്. ആ ഇടുങ്ങിയ വഴിയിലൂടെയാണ് നടന്നത്. അവൻ ഇല്ലാതാവുകയാണ്, പിതാവിന് വേണ്ടി ഇല്ലാതാവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നും ഇല്ലാതാകാൻ നമുക്ക് പറ്റുന്ന സമയമുണ്ടോ എന്നുള്ളതാണ്. ഭാര്യയുടെ മുമ്പിൽ ഒന്നില്ലാതായി എന്ന് വെച്ച്, ഭർത്താവിൻ്റെ മുമ്പിൽ ഒന്നില്ലാതായി എന്ന് വെച്ച്, അല്ലെങ്കിൽ മക്കൾ എന്തെങ്കിലും കളിയാക്കുമ്പോഴേക്കും ഒന്നില്ലാതായി എന്ന് വെച്ച് പിണങ്ങി 2 ദിവസം ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ബലിവേദി നിൽക്കുമ്പോൾ ഇപ്പോഴും കുറേ പേര് ഞാൻ സംസാരിക്കാതെ മാറ്റി നിർത്തിയ വ്യക്തികളുണ്ട്, കുറേ പേര് ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇടുങ്ങലല്ല. എനിക്കെൻ്റെ ജീവിതത്തിൽ സ്വയം ഇല്ലാതാകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു മനസ്സ്. ഈ ബലിവേദി നിൽക്കുമ്പോൾ എനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കാം, എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാം. ഞാൻ പങ്കുവെക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രാർത്ഥനയിൽ കുറേ പേരെയും കൂടി കൊണ്ടുവരും. അതൊരു പങ്കുവെക്കലാണ്. കുറേ ലോകത്തിൽ വേദനിക്കുന്ന കുറേ മക്കളുണ്ട്, അവരൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എനിക്ക് ഈ ബലിവേദിയിൽ അശ്രദ്ധ ഉണ്ടാകില്ല, അലസതകൾ ഉണ്ടാകില്ല, ഉറക്കം വരില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ചു പോകും. നമുക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്, അതൊരു പങ്കുവെക്കലാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. വേദനിക്കുന്ന എന്തോരം പേരാണ്, മരണമടഞ്ഞു പോയി എന്തോരം പേരാണ്, അല്ലെങ്കിൽ വിദേശങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എന്തോരം പേരാണെന്ന് അറിയാമോ? അവരൊക്കെ ഇങ്ങനെ ചേർത്ത് കൊണ്ടുവരിക. അച്ഛൻ കാസി പിലാസി ഉയർത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ സമർപ്പണത്തിൻ്റെ സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് എന്തോരം എന്താ പറയുക പ്രാർത്ഥനാ നിയോഗങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു പോയിട്ടുള്ള കുറേയേറെ പേര്. അതൊരു വാക്കല്ല കേട്ടോ, ഇത് കടമയാണ്. അത് നമ്മളൊന്ന് ഉപയോഗിക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്കുള്ളത് പങ്കുവയ്ക്കാൻ. കുറച്ചേ ഉള്ളുവെങ്കിലും നമ്മൾ വലിയ കാര്യങ്ങളൊന്നും പറയാതെ ഇതുള്ളൂട്ടോ, അല്ലെങ്കിൽ പബ്ലിസിറ്റികളൊന്നും ഇല്ലാതെ പങ്കുവയ്ക്കാൻ എനിക്ക് പറ്റുന്നെങ്കിൽ അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത്. ഇതാണ് ഇടുങ്ങൽ എന്ന് പറയുന്നത്. നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മളാണ് ഈ ചോദ്യം ചോദിക്കുമ്പോൾ, യേശുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മളോടും യേശു തന്നെ പറയുമ്പോൾ നമ്മൾ അങ്ങനെ കടന്നു പോകുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യുക. ഇല്ലാതായി മറ്റുള്ളവർക്ക് പങ്കുവെച്ച് ഒരു ഇടുങ്ങിയ മനുഷ്യനാകുമ്പോഴാണ് എനിക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുക. പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം.